Recording in progress. സോ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് ആദ്യം എന്താണെന്ന് കുറച്ചൊരു ബ്രീഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
സോ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മളിപ്പം ട്രാഫിക് സോഴ്സസ് ആണ് നമ്മൾ പഠിച്ചത്. എനി വെബ്സൈറ്റ് എനി ബിസിനസ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നത് ട്രാഫിക് ആണ്. ട്രാഫിക് ലീഡ്സ് ടു കസ്റ്റമർ ആണ് ആവാറ്. സോ ഓൾ ദ ട്രാഫിക് സോഴ്സസ് നമ്മളിപ്പം പഠിച്ചത് SEO ട്രാഫിക് സോഴ്സ്, പിന്നെ ഗൂഗിൾ ആഡ്സ് ട്രാഫിക് സോഴ്സ്, സോ ഗൂഗിൾ ആഡ്സ് ട്രാഫിക് സോഴ്സ്, പിന്നെ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആസ് എ ട്രാഫിക് സോഴ്സ് പഠിച്ച്, where people are going to use these things only, but that is also going to be one of the traffic source for us. പിന്നെ email marketing, that is one of the traffic source. Then WhatsApp marketing or ചാറ്റ്ബോട്ട് മാർക്കറ്റിംഗ്, കംപ്ലീറ്റ് മാർക്കറ്റിംഗ് സെക്ഷൻസ്, നിങ്ങൾ എങ്ങനെയാണ് ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്, ആ കംപ്ലീറ്റ് ഡ്രൈവിംഗ് ട്രാഫിക് ഷുഡ് ബി ഹിയർ. ദെൻ സോഷ്യൽ മീഡിയ, ഇതെല്ലാം ട്രാഫിക് സോഴ്സസ് ആണ്. പക്ഷേ നമുക്ക് ഈ ഏത് ട്രാഫിക് സോഴ്സ് ആണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വന്നേക്കുന്നത്, ആ ട്രാഫിക് സോഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര കൺവേഴ്സൺ നടന്നിട്ടുണ്ട്, നമുക്ക് എത്ര ബിസിനസ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വി നീഡ് ടു നോ ദാറ്റ് ഹൗ മച്ച് ദാറ്റ് ട്രാഫിക് ഹാസ് ആക്ച്വലി ഗോട്ട് കൺവേർട്ടഡ്, അല്ലെങ്കിൽ പിന്നെ ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി ആ പർട്ടിക്കുലർ ട്രാഫിക് വെച്ചിട്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് ആ ട്രാഫിക് ട്രാക്ക് ചെയ്യണം. സോ ഡിജിറ്റലിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്, ഇപ്പം ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേഴ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ ട്രാക്കിംഗ് ആണ്. ബിക്കോസ് ഇപ്പൊ ടി വിയിൽ ഒരു ആഡ് കൊമേഴ്ഷ്യൽസ് വരുവാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ട്രാക്ക് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല ഇയാള് ഈ ടി വി ആഡ് കണ്ടിട്ട് വന്ന കസ്റ്റമർ ആണ് എന്ന്. പക്ഷേ ഡിജിറ്റൽ അങ്ങനെയല്ല. ഡിജിറ്റലിനകത്ത് നമുക്ക് കംപ്ലീറ്റ് സ്റ്റേജസ്, ലൈക്ക് അയാൾ ഫസ്റ്റ് ടൈം ഏതാ വിസിറ്റ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേജ് ഏതാ വിസിറ്റ് ചെയ്തത്, തേർഡ് പേജ് ഏതാ വിസിറ്റ് ചെയ്തത്, യു ക്യാൻ ഗെറ്റ് all the page details. Getting the point? So that is the like എന്താ പറയുന്നത് അനാലിറ്റിക്സിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നും പറയാം, അല്ലെ പിന്നെ എസ്പെഷ്യലി ഡിജിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നും പറയാം, അല്ലെ പിന്നെ ഏറ്റവും യുണീക് ഫീച്ചേഴ്സും പറയാം. നമുക്ക് വി ക്യാൻ ട്രാക്ക് എവറിത്തിങ്. വി ക്യാൻ ട്രാക്ക് ഈവൻ ദോ ആ പേഴ്സന്റെ ഫോൺ നമ്പറും പേരും അറിയാതെ അയാളുടെ ഒരുവിധം ബിഹേവിയർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ വി യൂസ് ഗൂഗിൾ അനാലിറ്റിക്സ് ഫോർ ട്രാക്കിംഗ് പർപ്പസ്. സോ നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ബേസിക്കലി ഈ ഡാറ്റാസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഗൂഗിളിന്റെ ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ ഓരോ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ്സിനകത്ത് there is something called first tool നമുക്ക് search console ആണ്. So search console. Second tool നമുക്ക് വരുന്നത് Google Tag Manager. Third tool നമുക്ക് വരുന്നത് GA4, that is Google Analytics 4. Fourth tool നമുക്ക് വരുന്നത് Bing Webmaster. Fifth tool നമുക്ക് വരുന്നത് Ahrefs Webmaster. ഇതെല്ലാം ഫ്രീ ടൂൾസ് ആണ്. സോ ഗൂഗിളിന്റെ ടൂൾസ് നമ്മൾ മുകളിൽ കണ്ട ടൂൾസ് മൂന്നും ഗൂഗിളിന്റെ ടൂൾസ് ആണ്. സെർച്ച് കൺസോൾ, ഗൂഗിൾ ടാഗ് മാനേജർ, GTM. സോ അറ്റ്ലീസ്റ്റ് ആ ടൂളെങ്കിലും മിനിമം നിങ്ങളുടെ എന്താ പറയുന്ന വെബ്സൈറ്റിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. 3 ടൂൾസ് മിനിമം. റെസ്റ്റ് 2 ടൂൾസ് യു ക്യാൻ ഇഫ് യു വാണ്ട് അതർ റെഫറൻസിന് വേണ്ടി അതർ സോഴ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഈ 5 ടൂൾസ് മിനിമം ആയിട്ട് എന്തായാലും നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഇത് കൂടാതെ നമുക്ക് ഒരു വേറെയും കൂടെ വരുന്നതാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട്, മൈക്രോസോഫ്റ്റിന്റെ ക്ലാരിറ്റി. ഇതാണ് ബേസിക്കലി അടുത്തൊരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് പർപ്പസിന് വേണ്ടി. സോ സെർച്ച് കൺസോൾ എന്താണെന്ന് പറഞ്ഞാൽ, സെർച്ച് കൺസോൾ ഈസ് ലൈക്ക് ഡോക്ടർ. ഓക്കെ, സോ ഡോക്ടർ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, എന്താ പ്രശ്നം, എന്താ, അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സ്പീഡ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെ പിന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 3 സ്റ്റേജസ് ആണ്. ആദ്യം ക്രോൾ ചെയ്യണം, പിന്നെ എന്താ ചെയ്യുന്നത്? ഇൻഡെക്സ് ചെയ്യണം, പിന്നെ അത് റിസൾട്ട് ആയിട്ട് കാണിക്കണം. ഇതാണ് പ്രോസസ്സ്. സോ ബേസിക്കലി ഈ 2 ഇഷ്യൂസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ക്രോളിംഗിനകത്ത് ഇൻഡെക്സിംഗിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിസൾട്ടിനകത്ത് അത് വരില്ല. സോ ആ സിനാരിയോ സോൾവ് ചെയ്യാൻ വേണ്ടി സെർച്ച് കൺസോൾ ഗിവ്സ് യു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഐഡിയാസ് തരും. ഇത് ഇഷ്യൂ ആവാം നിങ്ങളുടെ സൈറ്റിനകത്ത്, നിങ്ങൾക്ക് ഇത് പ്രശ്നമാവാം. സോ ദാറ്റ്സ് ദ തിങ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ട വൈൽ സെർച്ച് കൺസോളിന്റെ കോൺസെപ്റ്റിനകത്ത്.
സെക്കൻഡ് പിന്നെ വരുന്നത് നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ ആണ്. സോ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇവര് നമ്മുടെ ഡെവലപ്പറാണ്. സോ ഈ ഡെവലപ്പറിന്റെ യൂസ് എന്താണ്? നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് കോഡ് ഇടുക, നമ്മുടെ വെബ്സൈറ്റിനകത്ത് കോഡ് കളയുക, നമുക്ക് ട്രാക്കിങ്ങിന് വേണ്ടി കോഡ് ഇടുക, ഇതെല്ലാമാണ് നമ്മുടെ ഡെവലപ്പറിന്റെ ആവശ്യം. ഓക്കെ, സോ GTM ഗൂഗിൾ ടാഗ് മാനേജർ ആക്ച്വലി ഹെൽപ്പ് us ഇൻ ദിസ് പർട്ടിക്കുലർ പ്രോസസ്. സോ നമുക്ക് ഈ പർട്ടിക്കുലർ സെക്ഷൻസിനകത്താണ് നമ്മുടെ ഇത് പ്രോസസ് ചെയ്യുന്നത്. ദെൻ GA4 ഇസ് ബേസിക്കലി നമ്മുടെ നമുക്ക് പറയാം ഡാറ്റ അനാലിസ്റ്റ് ആണ്. ഡാറ്റ അനാലിസ്റ്റ് വാട്ട് ദേ ഡു, ദേ അനലൈസ് ദ ഡാറ്റ, ദേ ഗെറ്റ് ദ ക്യാച്ച് ദ എന്താ ഡാറ്റ വേണ്ട, റിക്വയർഡ് ഡാറ്റ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഡാറ്റനെ അനലൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് തരും. ലൈക്ക് ഇവിടെ നിന്ന് ലൈക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും പറയാതെ, നമ്മളൊരു ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും മാർച്ചിനകത്ത് 15 തൊട്ട് 30 വരെയും ഏറ്റവും കൂടുതൽ സെൽസ് വരാൻ സാധ്യതയുള്ള ടൈം പീരീഡ് ആണ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി. അല്ലെ പിന്നെ അവർക്ക് പറയാൻ പറ്റും രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലീഡ്സ് വരുന്നത്. സോ ദാറ്റ് ഈസ് യുവർ സ്വീറ്റ് സ്പോട്ട്, സ്വീറ്റ് ടൈം. സോ ഈ ഡാറ്റാസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അനലിറ്റിക്സ് ത്രൂ ആണ് കിട്ടുന്നത്. വേറാസ് ബിങ് വെബ് മാസ്റ്റർ ആക്ച്വലി ബിങ്ങിന്റെ ആണ്, ഹി ഓൾസോ വർക്ക് ആസ് ഡോക്ടർ. ദെൻ Ahrefs വെബ് മാസ്റ്റർ അഗെയിൻ ഡോക്ടർ. ഇത് പ്രൈവറ്റ് ടൂൾ ആണ്. യു ഗൈസ് നോ ദാറ്റ് Ahrefs ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ആണ് SEO-നകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. Ahrefs ഉണ്ട്, SEMrush ഉണ്ട്. ദേ ബോത്ത് ദ വൺ ലൈക്ക് ടോപ്പ് 1-2 റാങ്കിങ്ങിനകത്ത് കിടക്കുന്ന എന്താ പറയുന്ന ടൂൾസ് ആണ്. ക്ലാരിറ്റി ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ CRO ആണ്. CRO എന്ന് പറഞ്ഞാൽ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസർ ആണ്. CRO കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ. സോ ബേസിക്കലി ഹീറ്റ് മാപ്പ്, ലൈക്ക് ഒരു യൂസർ വന്നിട്ട് അവര് നമ്മുടെ പേജിനകത്ത് എന്താ ചെയ്യുന്നത്, മീൻസ് അവരുടെ ഒരു ബിഹേവിയർ എന്താണ്, ഇത് നമുക്ക് ക്ലാരിറ്റി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാമാണ് നമ്മുടെ ഓരോ ടൂൾസ് വിച്ച് വി നീഡ് ടു നോ ഇൻ നമ്മുടെ SEO സെക്ഷനകത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. GA4 SEO മാത്രമല്ല, യു ക്യാൻ ട്രാക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ട്രാഫിക്. ഇപ്പൊ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് റൺ ചെയ്യുകയാണെങ്കിലും UTM കോഡ് ഉണ്ട്, UTM ബിൽഡർ ഉണ്ട്. ഈ UTM ബിൽഡർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ട്രാഫിക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസർ A, ഇൻഫ്ലുവൻസർ B, ലെറ്റ്സ് ടേക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ തൻജാൻ ഉണ്ട്, അതേപോലെ തന്നെ അഞ്ജന ഉണ്ട്, രണ്ടുപേരുണ്ട്. സോ ഞാൻ ഒരു ലിങ്ക് കൊടുത്ത് രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാമിനകത്തോട്ട് ഇടാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, എന്റെ വെബ്സൈറ്റിന്റെ URL ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ എന്റെ ബയോയിൽ ലിങ്ക് ഉണ്ട്. സോ ഇപ്പൊ തൻജാന്റെ ലിങ്കിന് എത്ര ക്ലിക്സ് കിട്ടി, അതേപോലെ തന്നെ അഞ്ജനയുടെ ലിങ്കിന് എത്ര ക്ലിക്സ് കിട്ടി, ഇത് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന URL-നകത്ത് ഞാൻ എന്താ ചെയ്യും? UTM കോഡ് യൂസ് ചെയ്യും. UTM ബിൽഡറിനകത്ത് പോയാൽ നമുക്ക് UTM കോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. URL-ന്റെ കൂടെ സോഴ്സ്, മീഡിയം, അതിന്റെ ടേംസ് എന്താ, കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഡാറ്റ 100 ക്ലിക്ക് വന്ന് 1000 ക്ലിക്ക് വന്ന്, ലൈക്ക് ഇപ്പം തഞ്ചാനിന് 100 ക്ലിക്ക് വന്ന് അഞ്ജനയ്ക്ക് 1000 ക്ലിക്ക് വന്ന് എവിടുന്നാ വന്നേ, എങ്ങനെയാ വന്നേ നമുക്ക് അറിയണമെങ്കിൽ വി നീഡ് ടു യൂസ് UTM ഫോക്കസ്. UTM യൂസ് ചെയ്തുള്ള URL നമുക്ക് യൂസ് ചെയ്യണം. ഈ ഡാറ്റ എവിടെയാ വരാൻ പോകുന്നത്? ഈ ഡാറ്റ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ അനാലിറ്റിക്സിനകത്താണ്. സോ യു വിൽ ഗെറ്റ് ഓൾ ദ ഡാറ്റാസ് ഇൻഫർമേഷൻ ഇൻ ഗൂഗിൾ അനാലിറ്റിക്സ്. ഇതാണ് ഓവറോൾ ഒരു പിക്ചർ ഓഫ് ദ ടൂൾസ് ഫ്രോം ഗൂഗിൾ സൈറ്റ്സ്. പിന്നെ നമ്മൾ ഗൂഗിളിന്റെ ഒരു ടൂൾ നമ്മൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂളിൽ ഒന്നാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ. സോ യു ഗൈസ് നോ ദാറ്റ് JKP, ഗൂഗിൾ കീവേഡ് പ്ലാനർ, JKP. സോ ഗൂഗിൾ കീവേഡ് പ്ലാനർ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യും. ആൻഡ് അതർ ദീസ് ടൂൾസ് ആയിരിക്കും നമ്മൾ ഗൂഗിളിനകത്ത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഒരു ടൂൾ ഉണ്ട്, ഡാറ്റ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. ഡാറ്റ സ്റ്റുഡിയോ. സോ ദിസ് ഇസ് ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. ഇതും ഗൂഗിളിന്റെ ടൂളാണ്, വേർ വി ആക്ച്വലി ക്രിയേറ്റ് ലൈവ് റിപ്പോർട്ട്. സോ എന്താ നടക്കുന്നത്, നമ്മൾ കംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് സെക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഇത്ര ടൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ട വെൻ ഇറ്റ് കംസ് ടു SEO സെക്ഷൻസ്, അല്ലെങ്കിൽ ഹോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടി, അനാലിസിസ് പർപ്പസിന് വേണ്ടി. ഓക്കെ, സോ നൗ ലെറ്റ്സ് So first time analytics account നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദസ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത്. സോ ഇവിടെ നമുക്ക് അക്കൗണ്ടിന്റെ പേര് കൊടുക്കണം. സോ ലെറ്റ് മീ ഗിവ്, ഇതാണ് എൻ്റെ പേര്, satwa.com. അതിനുവേണ്ടി നമ്മൾ അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ
അഫിലിയേറ്റിന് വേണ്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്തത്. ദിസ് ഇസ് ദ സൈറ്റ്. സോ ഇതിനകത്ത് നമുക്ക് അക്കൗണ്ട് ഡാറ്റ ഷെയറിംഗ് ഓപ്ഷൻ ചോദിക്കും. സോ നോർമലി ഇവിടെ കൊടുത്തേക്കുന്ന 4 സാധനങ്ങൾ നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുന്നതാണ്. സോ ബേസിക്കലി നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് നമ്മൾ വി ലൈക്ക് ടു ഷെയർ വിത്ത് ഗൂഗിൾ സോ ദാറ്റ് ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ്. ഇവരുടെ പ്രൊഡക്റ്റ് ഇംപ്രൂവ് ആയാൽ മാത്രമല്ലേ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടുക. ആൻഡ് ദർ ഇസ് നത്തിങ് ലൈക്ക് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും പോകുന്നില്ല. സോ നമ്മുടെ ക്ലയന്റിന്റെ ഡാറ്റാസ് ഒന്നും അങ്ങനെ പബ്ലിക് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നില്ല. ടു അനലൈസ് ആൻഡ് ഓൾ ദോ സെക്ഷൻസ് പർപ്പസിന് വേണ്ടിയാണ്. സോ വി ഗോ സജസ്റ്റ് ഫോർ ദ using it. Okay, so idana first stage. Then I will go to next. Now I need to create a property. So property name again, it will be like my business name only. So Satwa I will create. Then time zone, so I will go for the India. It's a country and time zone. Currency, any currency vendor INR ആണ്. So I will go for the INR. So Indian rupees, Satwa India and rupees, and create universal analytics. Universal analytics കുറച്ച് പഴയ analytics ആയിരുന്നു, which is now stopped. Google ഇതിനെ completely stop ചെയ്ത്. So now we are only having എന്താ പറയുന്ന GA4. So ഇപ്പൊ നമുക്ക് GA4 മാത്രമേ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. So I am going to set up this. Okay, so now ഇവര് basically ഒരു എന്താ പറയുന്ന ഒരു അനാലിസിസ് ആണ് ചോദിക്കുന്നത്. So I can just give a basic ഒരു ബ്രീഫിംഗ് കൊടുക്കാം ഏത് സെക്ഷൻസിനകത്താണ്. ഇന്റർനെറ്റ് ടെലികോം ഒരു സർവേ പോലെയാണ്. സോ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. there is nothing like ബിഗ് ആയിട്ട് റിലേറ്റഡ് സെക്ഷൻസ് ഒന്നും ഇല്ല. സോ ഇനിയിപ്പം എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ബേസിക്കലി ജനറേറ്റ് ലീഡ്സ്, ഡ്രൈവ് ഓൺലൈൻ സെയിൽസ്, റേസ് ബ്രാൻഡ് അവയർനെസ്, എക്സാം ബിഹേവിയർ. ഇതെല്ലാം എൻ്റെ സെക്ഷൻസ് ആണ്. ഏതാണ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ബിസിനസ് ബേസിക്കലി എന്താണ്? ലീഡ്സ് ഫോക്കസ്ഡ് ആണെങ്കിൽ ഐ വിൽ ഗോ ഫോർ ദ ലീഡ് സെക്ഷൻ. സൗണ്ട് കുറയ്ക്കുക. ഓക്കെ, സോ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇന്ത്യ, ഒരു ടേംസ് വന്ന് അതിന്റെ താഴോട്ട് പോയാൽ രണ്ടാമത്തെ ഒരു ടേംസും കൂടെ ഉണ്ടായിരിക്കും. സോ ആ ടേംസും കൂടെ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ട് മതി. ബേസിക്കലി ഒരു ഡാറ്റ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയണമെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ചാറ്റ് GPT നോക്കിയിട്ട് സമറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും മതി. വിൽ ഗെറ്റ് ആൻ ഐഡിയ ബ്രീഫിംഗ് അബൌട്ട് ദാറ്റ്. സോ എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഐ ജസ്റ്റ് അക്സെപ്റ്റഡ് ദാറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ. നൗ എൻ്റെ വെബ്സൈറ്റ് സെറ്റായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അനാലിറ്റിക്സ് എൻ്റെ വെബ്സൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യും. സോ ഒബ്വിയസ്ലി കണക്ട് ചെയ്യാൻ എന്താ വേണ്ടേ? നമുക്കൊരു ഡെവലപ്പറിനെ വേണം. സോ ഡെവലപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ GA4 നമുക്ക് വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡ് ആപ്പിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും, iOS-നകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് iOS-നകത്ത് ഒരു സാധനം ട്രാക്ക് ചെയ്യണമെങ്കിലോ, ആൻഡ്രോയിഡിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ട്രാക്ക് ചെയ്യണമെങ്കിലോ, വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിലോ വി ക്യാൻ ചൂസ് ദാറ്റ്. ഓക്കെ, സോ നൗ ഐ വിൽ ഡു വൺ തിങ്. ഇതിപ്പം ഞാൻ അനാലിറ്റിക്സ് സെക്ഷൻസിനാണ്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഇപ്പം ഞാൻ മാനുവൽ ആയിട്ട് എങ്ങനെ അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്യാൻ കാണിച്ചു തരാം. ദെൻ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ടാഗ് മാനേജർ ഓൾസോ. ഓക്കെ, ടാഗ് മാനേജർ നമ്മുടെ ഡെവലപ്പർ ആണ്, നമുക്ക് അത് വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് മീ ലോഗ് ഇൻ ഫസ്റ്റ്. സോ നമുക്ക് ഇവിടെ സ്ട്രീം വെബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ URL കൊടുക്കണം, സ്ട്രീം പേര് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സെറ്റിംഗ്സിനകത്ത് വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യേണ്ടത് അതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. പേജ് വ്യൂ, സ്ക്രോൾ. പേജ് വ്യൂ ബൈ ഡിഫോൾട്ട് ആയിട്ട് ട്രാക്ക് ആവും. വേറെ ഇപ്പൊ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ബട്ട് വി സജസ്റ്റ് ടു സ്ക്രോൾ. ഇപ്പം എത്ര പേര് മുകളിന് താഴെ വരെ എത്തി. സോ നമുക്കൊരു പേജിന്റെ ഒരു അത് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് നമ്മുടെ പേജ് എത്ര ഇമ്പോർട്ടൻസ് ആണ് ആൾക്കാർക്ക് വേണ്ടി, എത്ര പെർസെന്റേജ് ആണ് അവർ സ്ക്രോൾ ചെയ്യുന്നത്. ദാറ്റ് ഇസ് സ്ക്രോൾ. ഔട്ട് ബോണ്ട് ക്ലിക്ക്, ഒരു ക്ലിക്ക് ചെയ്ത് എത്ര പേര് പുറത്തോട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് പോയി. ഔട്ട് ബോണ്ട് ക്ലിക്ക്. സൈറ്റ് സെർച്ച്, സൈറ്റിന്റെ ഉള്ളിൽ എത്ര പേര് സെർച്ച് ചെയ്ത്. ഫോം ഇന്ററാക്ഷൻ, നമ്മുടെ ഫോം ഈ ലീഡ് എൻക്വയറി ഫോമിനകത്തോട്ട് എത്ര പേര് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉണ്ടെങ്കിൽ എത്ര പേര് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ഫയൽ ഉണ്ടെങ്കിൽ എത്ര പേര് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഓൾ തിങ്സ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഹിയർ. സോ ഐ വിൽ ജസ്റ്റ് സേവ്
സോ ഇനിയിപ്പോൾ എന്താണ് ഞാൻ ഇവിടുന്ന് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഒരു കോഡ് വരാൻ പോകുന്നത്. ആ കോഡിനെയാണ് എനിക്ക് എൻ്റെ സൈറ്റിനകത്തോട്ട് ഇടുന്നത്. സോ ഇതാണ് സ്ട്രീം വന്നേക്കുന്നത്. സ്ട്രീം ഐ ഡി ഉണ്ട്, എവറിത്തിങ് യു സി, മേജർ ഐ ഡി, ഓൾ സെക്ഷൻ. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈവെന്റിന്റെ ടാഗ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് എഴുതണം. സോ ഇഫ് യു ഇൻസ്റ്റാൾ ടാഗ് 48 hours ago, സോ നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ യു ഡ്രാഗ് ഡൗൺ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ കൺഫ്യൂഗർ ചെയ്യാം, ജി ടാഗ്, മാനേജ് കണക്ട് സൈറ്റ് ടാഗ്, വ്യൂ ടാഗ് ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഐ എം ഗോയിങ് ടു യൂസ് ടാഗ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. സോ ഐ എം ട്രൈങ് ടു ഗോ ഫോർ ദ മാനുവൽ കോഡിംഗ് ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും. സോ WooCommerceനകത്ത് WooCommerce പ്ലഗിൻസ് ഉണ്ട്. സോ WooCommerce വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ എ വെബ്സൈറ്റ് അണ്ടർ ഓർ CMS. സോ CMS വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഐ ഹാവ് എ WooCommerce ഇൻ ദിസ് പർട്ടിക്കുലർ വെബ്സൈറ്റ്. അതുകൊണ്ട് WooCommerceന്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി എനിക്ക് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ മാനുവലി. സോ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ കോഡ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇനി എൻ്റെ വെബ്സൈറ്റിനകത്ത് വന്നിട്ട് ഐ വിൽ get a plugin where I can add code to my website. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യും. യൂസ്വലി നിങ്ങൾ എല്ലാവരും ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും വെബ്സൈറ്റിനകത്തോട്ട് കോഡ് ഇടാൻ വേണ്ടി. ഓക്കെ, സോ നമ്മൾ കോഡ് ഇടാൻ വേണ്ടി ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ ആണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ ആഡ് ന്യൂ പ്ലഗിൻ വേർഡ്പ്രസ്സിനകത്ത്. I will come here, I will search for insert header and footer. Insert header and footer search ചെയ്യാം. സോ WP കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് വരും. സോ ദിസ് ഇസ് ദ വൺ ഓഫ് ദ എന്താ പറയുന്നത് 2 million പ്ലസ് ഡൗൺലോഡ് ആണ്. സോ വി ക്യാൻ ജസ്റ്റ് യൂസ് ദിസ് വൺ, WP കോഡ്. So let me install this, activate it, install ചെയ്യാം, activate ചെയ്യാം. സാർ കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തേക്കുവാണ്.
റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ നമ്മൾ ആ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. സോ ലെറ്റ് സീ ദാറ്റ് WP കോഡ് ലൈറ്റ് ഇതാണ്. സോ നമ്മൾ ഇവിടെ വന്നാൽ കോഡ് സ്നിപ്പെറ്റിനകത്ത് ആഡ് ഹെഡർ ഫുട്ടർ ഉണ്ട്. നമുക്കിപ്പോൾ സ്നിപ്പെറ്റ് ആഡ് ചെയ്യേണ്ട സെക്ഷനാണ്. സോ ഞാൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഹെഡറിനകത്ത് ഫുട്ടറിനകത്ത് എന്തെങ്കിലും കോഡ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കം ഹിയർ ആൻഡ് പേസ്റ്റ് ദാറ്റ്. ഓക്കെ, സോ നമ്മൾ അവിടുത്തെ കോഡ് ഇത് കോപ്പി ചെയ്ത സാധനം കംപ്ലീറ്റ് കോപ്പി ചെയ്ത സാധനം നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഹെഡറിനകത്താണ് പേസ്റ്റ് ചെയ്തത്. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ പറയുന്നുണ്ട്. സോ യൂണിറ്റ് ഹെഡ് ടാഗിനകത്താണ് നിങ്ങൾക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത്. സോ ഐ ജസ്റ്റ് പേസ്റ്റഡ് ഇറ്റ് ആൻഡ് സേവ് ചേഞ്ചസ്. സോ ഇൻസേർട്ട് ഹെഡർ ഫുട്ടറിനകത്തോട്ട് ഞാൻ ആ കോഡ് കണക്ട് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് ചെയ്ത്. നൗ ഐ വിൽ കം ബാക്ക് ടു അനാലിറ്റിക്സ്. ഇപ്പൊ എന്റെ ഇൻസ്റ്റാൾ ആയി, കോഡ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ വർക്കിംഗ് ആണോ ഇല്ലേന്ന് എങ്ങനെയാണ് നമ്മൾ അറിയാന്ന് പറഞ്ഞാൽ ഇതിനെ ക്ലോസ് ചെയ്യുക. ഞാൻ വെബ്സൈറ്റ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. ബട്ട് വി ക്യാൻ സീ ദ ഡാറ്റ. അതിനേക്കാളും മുമ്പേ നമുക്ക് നോക്കാൻ പറ്റും. സോ നൗ ലെറ്റ്സ്, ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. സേവ് ചേഞ്ചസ്, everything is published. Now I will open analytics. ഞാൻ നമ്മുടെ അനാലിറ്റിക്സ് ഓപ്പൺ ചെയ്യാം. Meanwhile, you guys do one thing, check out this page. നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ പേജിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യാം. ചാറ്റിനകത്തുള്ള everyone just get into this website. Excuse me, sir. Yes, tell me. Sir, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സർ. So I will come here in analytics. So I will search for നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ്. നമ്മൾ ഇതായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. Property. So now you will see that ഇതായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സോ ഇതിന്റെ റിയൽ ടൈം റിപ്പോർട്ടിനകത്ത് പോകണമെങ്കിൽ നമ്മൾ റിപ്പോർട്ടിനകത്ത് പോയിട്ട് റിയൽ ടൈം ക്ലിക്ക് ചെയ്യും. Now you can see that രണ്ട് പേര് ഹോം പേജിനകത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ റിയൽ ടൈം ഡാറ്റ ഓൺ ആണ്. സോ ഇഫ് യു ആർ ഏബിൾ ടു സീ ദിസ് ഡാറ്റ ഹിയർ, ഇറ്റ് മീൻസ് ദാറ്റ് you are actually capturing data. Okay, so that's the way how you set up this particular section. So that's the basic നമ്മൾ സെറ്റപ്പ് എങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പം ആള് ചോദിച്ച ഇതിനകത്ത് ഇത് വർക്കിംഗ് ആണോ ഇല്ലേന്ന് നോക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സോ സെറ്റിങ്സിനകത്ത് you will see that account setting, property setting, display setting. So property settings nathu you see data streaming. So data streaming nathu varua already set up aaya account nathu settings ella on aano ille nokkan vendi open cheya. Ividunnu settings open cheya, enhance measurement idella on aano ille nu check cheya. So that's the way how already if you got set up ningalku idu cheyan pattum. So this is the manual way how to set up GTag. Okay, so this is the one way. Another one way is you need to create your tag manager account, and tag manager account in the website not connect it. You can do it from tag manager side. So that's also there, that option. I think like you guys have already gone through tag manager setup and then point on direct where a purpose not. So I'm not going into that. If you want, I will share the video tag manager വഴി എങ്ങനെയാ സെറ്റപ്പ് ചെയ്യുന്നത്. സോ ഐ എം ലൈക്ക് വെരി ബേസിക് ആയിട്ട് നമ്മളത് സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള അനാലിറ്റിക്സിനകത്തുള്ള ഓരോ സെക്ഷൻസിനെയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ ദാറ്റ് ഐ വിൽ ടേക്ക് സംതിങ് വിച്ച് ഹാവ് സം ഡാറ്റ. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ് വൺ.
ഓക്കെ, സോ ഹോമിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആ വെബ്സൈറ്റിന്റെ ബേസിക് ഡാറ്റാസിനെ പറ്റി ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഫോമിനകത്ത് കിട്ടുന്നത്. ഈ റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സോ യു ക്യാൻ കസ്റ്റമൈസ് ദിസ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ യുവർ റിക്വയർമെന്റ്. എന്തെന്താ വേണ്ട, ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ്, എന്തൊരു ഇൻസൈറ്റ്സ് ആണ് വേണ്ടത്. യു ക്യാൻ സെറ്റ് ഓൾ ദോസ് സെക്ഷൻസ് ഹിയർ. ഓക്കെ, സോ റിപ്പോർട്ട് സെക്ഷനകത്തോട്ട് നമുക്ക് പോവാം. ഇനിയിപ്പോ നമ്മൾ റിപ്പോർട്ടിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് റിപ്പോർട്ടാണ് റിയൽ ടൈം റിപ്പോർട്ട്. ഈ റിയൽ ടൈം റിപ്പോർട്ടിന്റെ ഒരു യൂസ് കേസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കറന്റ്ലി എന്താ നടക്കുന്നത്, ആരാണ് വെബ്സൈറ്റിനകത്ത് ഉള്ളത്, ഇതിന്റെ കംപ്ലീറ്റ് ഡാറ്റാസ് നമുക്ക് റിയൽ ടൈം ഡാറ്റാസിനകത്ത്. സോ കറന്റ്ലി ഈ വെബ്സൈറ്റിനകത്ത് ആരും ഇല്ല. സോ ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഏബിൾ ടു സീ എനി ഡാറ്റ, കറന്റ് ഡാറ്റ. സോ ലെറ്റ് ഡു വൺ തിങ്. Can you guys just get into this website? Webinair.com, just search. So just open this. Everyone just open that. I wanted to see some data, real time data. So നമുക്ക് രണ്ട് യൂസേഴ്സ് ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഡയറക്റ്റ് വന്നത് ഒരാൾ ബിങ്കിന് വന്നിട്ടുണ്ട്. സോ ഓൾ യൂസേഴ്സ്. സോ ബേസിക്കലി ഒരാൾ ബ്ലോഗിനകത്താണ് ഇരിക്കുന്നത്, ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഹോം പേജ് ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ഏത് പേജസിനകത്താണ് അയാളുള്ളത്. സോ ഇവിടെയാണ് നമുക്ക് ആ ഡാറ്റാസ് വരുന്നത്. ലൈക്ക് പേജ് വ്യൂസ്, സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത്, യൂസർ എൻഗേജ്മെന്റ് എത്രയാണ്, ഫസ്റ്റ് വിസിറ്റ് എത്രയാണ്, സ്ക്രോൾ എത്ര പേര് ചെയ്ത്, ക്ലിക്ക് എത്ര പേര് ചെയ്ത്. ഇതാണ് ഇവന്റ്, അവിടെ നടക്കുന്ന ഇവന്റ്. So if you guys go and submit the form, like our conversion, like lead form nathu poittu contact us form nathu poittu lead submit cheyanengil, you will start seeing the conversion sections also. Ipo njan conversion set cheyidittunnengil you will start seeing that also. So ee data basically nammada whole real time nadakkunna endana real time nadakkunna adinte basis ulla saadana. Pinne idu moonu major sections nathana idine divide cheyyunnathu. First one is acquisition. So acquisition nathu basically namakku varunathu ഓവർവ്യൂ, യൂസർ അക്വിസിഷൻ, ട്രാഫിക് അക്വിസിഷൻ. സോ 3 സെക്ഷൻസ് ആണ് നമ്മൾ വരുന്നത്. ഓവർവ്യൂവിനകത്ത് നമ്മൾ വരുവാണെങ്കിൽ സോ അക്വിസിഷൻ സെക്ഷനകത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ലൈക്ക് ഇത് ഇവിടെ നിന്ന് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇത് ലാസ്റ്റ് 28 ഡേയ്സ് ആണ്, ലാസ്റ്റ് 30 ഡേയ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓർ വി ക്യാൻ പിക്ക് ദ മാനുവൽ, ലൈക്ക് 1st November to 30 November വരെ ഉള്ള ഡാറ്റാസ് എനിക്ക് കിട്ടണം. സോ ദാറ്റ്സ് ദ ഡാറ്റ ഐ ആം ആക്ച്വലി ലുക്കിംഗ് ഫോർ. ആ ഒരു മാസത്തിൽ 130 യൂസേഴ്സ് വന്ന് അതിനകത്ത് നിന്ന് 124 യൂസേഴ്സ് ന്യൂ യൂസേഴ്സ് ആണ്. ന്യൂ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്തത്. സോ ഇപ്പം ഇതായിരുന്നു എക്വസിഷന്റെ സെക്ഷനകത്ത്. ദിസ് ഇസ് ലൈക്ക് ലാസ്റ്റ് 30 മിനിറ്റ്സിന്റെ ഒരു സെക്ഷൻസ് ആണ് കാണിക്കുന്നത്. ദെൻ യു വിൽ ഗോ ഡൗൺ ഹിയർ, യു വിൽ സീ ദാറ്റ് ഈ പർട്ടിക്കുലർ 130 യൂസേഴ്സ് മീൻസ് അതിനകത്ത് 124 ന്യൂ യൂസേഴ്സ് വന്നതിനകത്ത് എങ്ങനെയാണ് അവർ വന്നത്. ഓർഗാനിക് സെർച്ച് എത്ര വന്ന്, ഡയറക്ട് സെർച്ച് എത്ര വന്ന്, ഓർഗാനിക് സോഷ്യൽ എത്ര വന്ന്, അൺഅസൈൻഡ് ലൈക്ക് ഗൂഗിൾ ഹാസ് നോട്ട് ഡിസൈഡഡ് ടു ഗിവ് ഏത് പർട്ടിക്കുലർ സെക്ഷനകത്തുനിന്നാണ് വന്നതിന് ഗൂഗിളിനോട് പറയാൻ അതില്ലാത്ത സാധനമാണ് അൺഅസൈൻഡ്. അത് അസൈൻ ചെയ്തിട്ടില്ല. റിഫറൽ ബേസിക്കലി നമ്മുടെ എൻ്റെ വെബ്സൈറ്റിന്റെ യു ആർ ഞാൻ എവിടെയെങ്കിലും ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ പിന്നെ places where I saved like Google Sheet awa, Google Form awa. So those links clicks consider as a referral links. Okay, so these are the direct nu vanna direct webinair.com ne aa URL search cheyidittu vannayirukku, open cheyidittu vannayirukku. So idu basically new users aanu. Idu basically session by session default channels mottathile sessions inde focus cheyiditana. Oru session actually 30 minutes inde session aayirukkum. So oru user 30 minutes that will be considered as a one session. Okay, so session complete session kitti lifetime value our customer the lifetime values etrana namukku nokkan pattum.
if you set up this particular section. So ഇപ്പം നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്തിട്ടില്ല, സോ അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. സോ ബേസിക് ഡാറ്റാസ് നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇനി അക്വസിഷനകത്ത് യൂസർ അക്വസിഷൻ, ലൈക്ക് നമ്മൾ acquisitions എങ്ങനെ ചെയ്തത്, like what are the sources we have used, what are the channels we have used to acquire these sections, അതാണ് ബേസിക്കലി ഇവിടെ കാണിക്കുന്നത്. സോ ഓർഗാനിക് സെർച്ച്, ഡയറക്റ്റ്, ഓർഗാനിക് സോഷ്യൽ, അൺഅസൈൻഡ് ആൻഡ് റിഫറൻസ്, ഇത്ര സെക്ഷൻസ് ആണ്. സോ ഓർഗാനിക് സെർച്ചിനകത്തോട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ സി ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ സെക്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് യൂസേഴ്സിന്റെ സോഴ്സ് എന്തായിരുന്നു. സോ യു ക്യാൻ സി ദാറ്റ് യൂസേഴ്സിന്റെ സോഴ്സ് എന്തായിരുന്നു, ഓർഗാനിക് സെർച്ച് ആയിരുന്നു. ഇപ്പൊ സോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മീഡിയം അറിയണം, source/medium അറിയണമെങ്കിൽ when you click here ഏതാണ്, ഗൂഗിൾ ആണ് ഓർഗാനിക്, ഡയറക്റ്റ് എന്നാണ്, ഫേസ്ബുക്കിന് വന്ന റെഫറൽ, ഓർഗാനിക് GMB. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ GMBയുടെ ടാഗിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ വേ ഹൗ യു ടാഗ് ദിസ്. സോ ഇഫ് ഐ ഗോ ടു ഹിയർ, ഐ വിൽ ജസ്റ്റ് സെർച്ച് ഫോർ വിപിൻ നായർ. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ യു വിൽ സി ഗൂഗിൾ മൈ ലിസ്റ്റിംഗ്സ് കാണാം. അവിടെ കൊടുത്തേക്കുന്ന URL-നകത്ത് GMB-ന് ടാഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ സോഴ്സ് ആൻഡ് മീഡിയം ആണ്. സോ നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുകയാണെങ്കിൽ, ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു സീ ദിസ് വൺ. സോ ഇവിടെ ഞാൻ വെബ്സൈറ്റ് URL ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് UTM സോഴ്സ് ഓർഗാനിക്, UTM മീഡിയം GMB, UTM ക്യാമ്പയിൻ എന്താണ്, GMB ലിസ്റ്റിംഗ് ആണ്. സോ ദാറ്റ് ഇസ് ദ ലിങ്ക്സ് വാട്ട് വി ഹാവ് ഷെയർഡ് ഓവർ ഹിയർ. സോ നമുക്ക് ഈ ഡാറ്റയുടെ ബേസിസിലാണ് നമുക്ക് ഈ ഓർഗാനിക് GMB വരുന്നത്. സോ ഇപ്പം നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ തന്നായിരുന്നു, തഞ്ചാന്റെ നമ്മളൊരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുന്നു. സോ ആ റിപ്പോർട്ട് നമുക്ക് കാണാൻ പോകുന്ന റിപ്പോർട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ സോഴ്സ് ആൻഡ് മീഡിയംനകത്ത് നോക്കിയാൽ അത് മനസ്സിലാവുക ഏത് സോഴ്സ് ആൻഡ് മീഡിയം ത്രൂ ആണ് നമുക്ക് ഡാറ്റ വന്നേക്കുന്നത്. സോ ഓൾ ദ ഇവന്റ്സ് വിച്ച് എവർ യു ക്രിയേറ്റ്, ഓൾ ദ ഡാറ്റ വിൽ ബി ഗോയിങ് ടു ബി ഹിയർ. ഇവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ആ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ വഴി എത്ര പേര് വന്നതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. സോ ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഓർഗാനിക് GMB, സോഴ്സ് മീഡിയം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി നോക്കാൻ പറ്റും. അടുത്ത മീഡിയം മാത്രം, ക്യാമ്പയിൻ മാത്രം, സോഴ്സ് പ്ലാറ്റ്ഫോം മാത്രം, ആ പെർട്ടിക്കുലർ സെക്ഷൻസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും സെർച്ച് ടേംസിന് വേണ്ടി. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻസ്, ലൈക്ക് നമ്മൾ എങ്ങനെയാണ് യൂസർ അക്വയർ ചെയ്തേക്കുന്നത്. ഇവിടെ എന്തൊക്കെ വരുന്നത്, ന്യൂ യൂസേഴ്സ്, എൻഗേജ് സെഷൻസ്, എൻഗേജ്മെന്റ് റേറ്റ് എത്രയാണ്, എൻഗേജ് സെഷൻസ് പെർ യൂസേഴ്സ് എത്രയാണ്, എവറേജ് എൻഗേജ്മെന്റ് ടൈംസ് എത്രയാണ്, ആൾക്കാർ വന്നവർ എത്ര ടൈമാണ് എൻഗേജ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം ഈ യൂസറിനെ അക്വയർ ചെയ്തേക്കുന്ന ട്രാഫിക് അക്വസിഷൻസ് നോക്കാം നമുക്ക്. ഇത് യൂസർ അക്വസിഷൻ, ഒരു യൂസേഴ്സിനെ എങ്ങനെ അക്വയർ ചെയ്തതാണ്. അടുത്തതിനകത്ത് നമ്മൾ ട്രാഫിക്കിനെ അക്വയർ ചെയ്യുന്നത്, ട്രാഫിക് സോഴ്സസ് ഏതേതാണ്. സോഷ്യൽ ഓർഗാനിക് ആണെങ്കിൽ ഓർഗാനിക്കിനകത്ത് നമുക്ക് ഏതേത് ചാനൽസ് ആണോ ഉള്ളത്. ഓർഗാനിക്കിനകത്ത് നമ്മളിപ്പോൾ സോഴ്സസ് എടുക്കുകയാണെങ്കിൽ സെഷൻ സോഴ്സസ്. സോ ഓർഗാനിക് സെർച്ച് ിനകത്ത് സെഷൻ സോഴ്സസ് ഏതായിരുന്നു, ഗൂഗിൾ ആയിരുന്നു, ഓർഗാനിക് ആയിരുന്നു, ഫേസ്ബുക്ക് ആയിരുന്നു, ബിങ് ഉണ്ടായിരുന്നു, ബൈഡു ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ചാനൽസിനകത്ത് നിന്ന് നമുക്ക് ട്രാഫിക് സോഴ്സസ് വരുന്നുണ്ട്. ഇതന്നെ സെഷൻ നടത്തിയതിന്റെ സോഴ്സസ് ഏതാണ്. സെഷൻ ക്യാമ്പയിൻ, ഇപ്പൊ ഏതെങ്കിലും സ്പെസിഫിക് ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടോ നമ്മൾ. സോ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് GMB ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഷോൺ യു, ലൈക്ക് അതായിരുന്നു GMB ലിസ്റ്റിംഗിന്റെ ക്യാമ്പയിൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ URL-നകത്ത് താഴെ UTM GMB ലിസ്റ്റിംഗ് ആണ്. സോ ഓക്കെ, ലെറ്റ് മീ ക്ലിക്ക് ദിസ് ലിങ്ക്. ഇവിടെ കണ്ടോ, GMB ലിസ്റ്റിംഗ് ആണ് ക്യാമ്പയിന്റെ പേര്. സോ ഓരോ ക്യാമ്പയിൻ നമ്മൾ നടത്താൻ പോകുന്നത് ക്യാമ്പയിന്റെ ഡാറ്റാസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ക്യാമ്പയിൻ ഏതായിരുന്നു, GMB ലിസ്റ്റിംഗ്. ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തോ. സോ എല്ലാ ഡാറ്റാസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ അനുസരിച്ച് ഓരോ യൂസേഴ്സ്, പുതിയ യൂസേഴ്സ് എത്ര വന്ന്, എന്തായിരുന്നു എൻഗേജ്മെന്റ് റേറ്റ്, അതെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. സോ സെഷൻ ഫോളോഡ് ബൈ ഗ്രൂപ്പ് ക്യാമ്പയിൻ, നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ട്രാഫിക് അക്വസിഷൻ എങ്ങനെ വന്നു, യൂസറിനെ എങ്ങനെ അക്വയർ ചെയ്തു. സോ യു ക്യാൻ സെറ്റപ്പ് ദീസ് 2 ടൈപ്സ് ഓഫ് അക്വസിഷൻസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതുകൊണ്ട് എന്താണ് മനസ്സിലാവുക, ലൈക്ക് ഇപ്പൊ എന്റെ ഓർഗാനിക് നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഡയറക്റ്റ് എനിക്ക് നല്ല ട്രാഫിക് വരുന്നുണ്ട്, ഓർഗാനിക് സോഷ്യൽ വർക്ക് ആവുന്നുണ്ട്, റിഫറൽസ് കുറച്ച് കിട്ടുന്നുണ്ട്. സോ എവിടെയാണ് എനിക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത്, എവിടെയാണ് എനിക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടാത്തത്, ആ ഡാറ്റാസ് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ ലെറ്റ് മീ യൂസർ അക്വസിഷൻ കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് എന്തെന്ത് എൻഗേജ്മെന്റ്, ലൈക്ക് ആൾക്കാർ എങ്ങനെയാണ് എൻഗേജ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡാറ്റ നമുക്ക് ഇവിടെ വേണ്ടത്. ഓവർവ്യൂ, ഫസ്റ്റ് ഡാറ്റ എന്തായിരിക്കും,
ഓവർവ്യൂ ആണ്. ലൈക്ക് ഒരു യൂസർ എൻഗേജ് ചെയ്തതിന്റെ ഒരു ഓവർവ്യൂ സെക്ഷൻസ് എന്താണ്, എവറേജ് എൻഗേജ്മെന്റ് ടൈം എത്രയാണ്, 40 seconds ആണ്. എൻഗേജ്മെന്റ് സെഷൻ പെർ യൂസർ ലെസ് ദാൻ 1 minute ആണ്. സോ ദാറ്റ്സ് ലൈക്ക് 56 seconds. എവറേജ് സെഷൻസ് എത്രയാണ്, എൻഗേജ്മെന്റ് പെർ സെഷൻ എത്രയാണ്, 31 seconds. സോ വ്യൂ എത്രയാണ്, 211. ഈവന്റ് കൗണ്ട് എത്രയാണ്, 734. ഈ ഈവന്റ് കൗണ്ട് 734 മൾട്ടിപ്പിൾ തിങ്സിന്റെ ഈവന്റ് കൗണ്ട് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഓരോ ഈവന്റ് പേജ് വ്യൂ എത്രയുണ്ട്, സെഷൻ സ്റ്റാർട്ട് എത്ര ചെയ്ത്, യൂസർ എത്ര എൻഗേജ് ചെയ്ത്, ഫസ്റ്റ് എത്ര വിസിറ്റ് ചെയ്ത്, എത്ര പേര് സ്ക്രോൾ ചെയ്ത്, എത്ര പേര് ക്ലിക്ക് ചെയ്ത്, ഇതെല്ലാം ഈവന്റ്. ഇതിന്റെ എല്ലാം മൊത്തത്തിന്റെ കൗണ്ട് ആണ് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് 734. പിന്നെ ഈവന്റ് നടന്ന പേജ് വൈസ്, ഏത് പേജിലാണ് ഈവന്റ് നടന്നത്. ഈവന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിനകത്ത് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഈവന്റ് എന്ന് പറയുന്നത്. സോ ഈവന്റ് ട്രാക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. സോ നമുക്കറിയാൻ പറ്റും, ഒരാൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് വന്ന് നമ്മുടെ വെബ്സൈറ്റിന്റെ 90% സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. Okay, it means that user actually interested in one of the service what we are providing, because എന്താ അയാൾ 90% സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാക്കാൻ പറ്റും who visited my website and scrolled 90%. സോ 90% സ്ക്രോൾ ചെയ്ത ഓഡിയൻസ് എത്ര ഉണ്ട്, അവരെ എല്ലാവരെയും ഒരു കളക്ട് ആക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, റീടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റും, ആഡ് റൺ ചെയ്യാൻ പറ്റും, അവരെ റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഡാറ്റാസ് നമുക്ക് അനലൈസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു കീവേഡിന് വേണ്ടി നമ്മൾ റാങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇഫ് യൂസർ ഇസ് കമ്മിങ് ആൻഡ് നോട്ട് സ്റ്റേയിങ് ദെയർ, ലൈക്ക് ഇപ്പൊ എന്റെ വെബ്സൈറ്റിനകത്ത് വരുന്ന ആൾക്കാർ, ആസ് യു സീ ദാറ്റ് ഇറ്റ്സ് നോട്ട് ടു മച്ച് സ്റ്റേയിങ്, ലൈക്ക് ലെസ് ദാൻ 1 minute ആണ്. If a user coming and not staying for longer period, it means maybe that page is not ranking for relevant keywords. Maybe that page is not up to that ranking status നാത്ത് ഇല്ലാന്നാണ്. സോ ഇതെല്ലാം പ്രഡിക്ഷൻസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ബെസ്റ്റ് 8 ഷോർട്ട് ടേം പ്രൊഫഷണൽ കോഴ്സസ് ആണ്. സോ നമ്മൾക്ക് ഈ പേജസിനകത്ത് 9 വ്യൂസ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. സോ ആ 9 വ്യൂസ് എത്ര നേരം നിന്ന്, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, ഇതിപ്പോ ഓവർവ്യൂ ആണല്ലോ നമുക്ക് നോക്കുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്ന വേസിനകത്ത് നമുക്ക് ഇത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ യൂസർ ആക്ടിവിറ്റി ഓവർ ടൈം, ഒരു ഓവർ ടൈം ലൈക്ക് ഡേ 1 വന്ന യൂസേഴ്സ് ഡേ 13 എങ്ങനെയായിരുന്നു യൂസേഴ്സ് ബിഹേവ് ചെയ്തത്, ദാറ്റ്സ് ദി യൂസർ സ്റ്റിക്നെസ്, എത്ര നേരമാണ് യൂസേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. സ്റ്റാറ്റസ് കാണാൻ പറ്റും. സോ ഇത് DA/MAU എന്ന് പറഞ്ഞാൽ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് വേഴ്സസ് മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സിന്റെ ഒരു റേഷ്യോ ആണ്. സോ വീക്ക്ലി ആക്റ്റീവ് യൂസേഴ്സ് വേഴ്സസ് മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ്, ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് വേഴ്സസ് വീക്ക്ലി ആക്റ്റീവ് യൂസേഴ്സ്, ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് വേഴ്സസ് മന്ത്ലി. സോ ഇത് ഓവർവ്യൂ സെക്ഷൻസ് ആയിരുന്നു. നമുക്കിപ്പോ ഓരോന്ന് ഇവന്റ്സ് വൈസ് പോവാം, സെക്ഷൻ വൈസ്. സോ ഇത് ബേസിക്കലി ഓരോ ഈവെന്റ് ആണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഈവെന്റ്. ഓരോ ഈവെന്റ് ഒരു ആക്ടിവിറ്റി ആണ്. സോ പേജ് വ്യൂ ഒരു ആക്ടിവിറ്റി ആണ്, സെഷൻ സ്റ്റാർട്ട് ഒരു ആക്ടിവിറ്റി ആണ്, യൂസർ എൻഗേജ്മെന്റ് ഒരു ആക്ടിവിറ്റി ആണ്, ഫസ്റ്റ് വിസിറ്റ് ഒരു ആക്ടിവിറ്റി ആണ്, സ്ക്രോൾ ഒരു ആക്ടിവിറ്റി ആണ്, ക്ലിക്ക് ഒരു ആക്ടിവിറ്റി ആണ്. ഇപ്പൊ ഞാൻ എനിക്ക് സ്ക്രോൾ അറിയണം, എത്ര പേരാണ് സ്ക്രോൾ ചെയ്തേക്കുന്നത്. ഇഫ് ഐ വാണ്ടഡ് ടു നോ ദാറ്റ് സ്ക്രോളിംഗ് എത്ര ആക്ടിവിറ്റി ഉണ്ട്, സോ ഐ ക്യാൻ ഗെറ്റ് ടു നോ ദാറ്റ് ഓൾസോ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈവെന്റ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നടക്കുന്നത്. 67 ടോട്ടൽ യൂസേഴ്സ്, ഈവെന്റ് കൗണ്ട് പെർ യൂസേഴ്സ്, ഈവെന്റ് വാല്യൂ, ഓരോ കൺട്രീനകത്ത് വന്നേക്കുന്ന ഈവെന്റ്സ്, ഈ സ്ക്രോൾ നടന്നേക്കുന്ന ഏത് കൺട്രീന് വന്നിട്ടാണ് നടന്നേക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റിന് 2, അറബ് എമിറേറ്റ്സിന് 1, ഓസ്ട്രേലിയ, അയർലൻഡ്, മാൽദീവ്സ്, പാകിസ്ഥാൻ. You can see that these events നടന്നേക്കുന്ന ഈവെന്റ്സിന്റെ ഒരു സെക്ഷൻസ് എന്താണ്, കൺട്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ഈവെന്റ് ആണ് നടന്നത്, അതിനകത്ത് എത്ര പുതിയ യൂസേഴ്സ്, ടോട്ടൽ യൂസേഴ്സ് എത്രയാണ് വന്നത്, ഈവെന്റ് കൗണ്ട് പെർ യൂസേഴ്സ് എത്രയായിരുന്നു, ഓരോ യൂസേഴ്സിനെ എത്രയായിരുന്നു പെർ ഈവെന്റ് എത്രയാണ് നടത്തിയേക്കുന്നത്. ഇതിപ്പോ ലാസ്റ്റ് 30 മിനിറ്റ്സിന് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ ഈവെന്റ് പെർ സെഷൻ, ഓരോ പെർ സെഷനിൽ എത്ര ഈവെന്റ് ആണ് നടന്നിരിക്കുന്നത്. സോ യു ക്യാൻ ഓൾവേസ് കമ്പയർ ദിസ് വിത്ത് ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. നിങ്ങൾക്ക് എപ്പോഴും ഒരു കമ്പാരിസണും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ യു ക്യാൻ ഓൾവേസ് കമ്പയർ ദിസ്. സോ യു ക്യാൻ സി ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് കമ്പയർ ലൈക്ക് 2 days ബിറ്റ്വീൻ, ലൈക്ക് ഇപ്പം
ഒക്ടോബർ ലാസ്റ്റ് മന്ത് വേഴ്സസ് ലാസ്റ്റ് മന്തിന്റെ ഒരു സെക്ഷൻ നടത്തിയത് ഗ്രോത്ത് ആയിരുന്നോ ഡൗൺ ആയിരുന്നോ? സോ നമുക്ക് ഓരോ മാസത്തിന്റെ ഒരു കംപ്ലീഷൻസ് കാണാൻ പറ്റും. യു ക്യാൻ സീ ദാറ്റ് ഒക്ടോബറിനെ ടാർഗറ്റ് ചെയ്തിട്ട് നവംബറിനകത്ത് ആക്ച്വലി ഗ്രോത്ത് ആയിരുന്നു. സോ വി ഗോട്ട് ഗ്രോത്ത് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. ഈവന്റ് കൗണ്ട് കൂടി, ടോട്ടൽ യൂസേഴ്സ് കൂടി, ഈവന്റ് കൗണ്ട് പെർ യൂസേഴ്സ് കൂടി. സോ ഓരോ സാധനം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻടു കൺവേർഷൻ. കൺവേർഷൻ ബേസിക്കലി നമുക്ക് കൺവേർഷൻ എന്താ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്? താങ്ക് യു പേജിനകത്തോട്ട് ഒരാൾ പോകണം, അത് എത്തണം, അതാണ് നമുക്ക് കൺവേർഷൻ. അല്ലെ പിന്നെ നമുക്ക് കൺവേർഷൻ എന്താണ്? ഒരാൾ പെർച്ചേസ് ചെയ്യണം, അതാണ് നമുക്ക് ഒരു കൺവേർഷൻ. സോ ഇവിടെ നമ്മൾ കൺവേർഷൻ എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഈ പർട്ടിക്കുലർ പേജിനകത്ത് നമ്മൾ കൺവേർഷൻ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വി ആർ നോട്ട് ഏബിൾ ടു സീ ദ കൺവേർഷൻ. സോ നമുക്ക് കൺവേർഷൻ സെറ്റ് ചെയ്യണം. സോ നമുക്ക് കൺവേർഷൻ പറയണം, ഇതൊരു കൺവേർഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ട്രാക്ക് ചെയ്താലും മാത്രമേ അത് കൺവേർഷൻ ആയിട്ട് മാറത്തുള്ളൂ. സോ വിൽ ഡു ലേറ്റർ ഓൺ അത് കൺവേർഷൻ സെറ്റപ്പ്. സോ പേജ് ആൻഡ് സ്ക്രീൻ വൈസ് നമുക്ക് ഡാറ്റാസ് നോക്കാം. സോ ഓരോ പേജ് എത്ര ഡാറ്റാസ് ക്ലിക്സ് എത്ര ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിപ്പോ കംപ്രീഷൻ ഒന്ന് ഓഫ് ചെയ്യാം. സോ കമ്പയറിംഗ് ഓഫ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഹോം പേജിൽ എത്ര ക്ലിക്സ്, അബൌട്ട്, ബ്ലോഗ്, കോൺടാക്ട്, പ്രൊഫഷണൽ കോഴ്സസ് ആഫ്റ്റർ ഗ്രാജുവേഷൻസ്, ജോബ് ഓറിയന്റഡ് കോഴ്സസ് കേരള, ഓൺലൈൻ കോഴ്സസ് ഫോർ വുമൻ കോഴിക്കോട്, മേക്ക് മണി ഫ്ലിപ്പിംഗ്, FM റിവ്യൂ. സോ ഇതെല്ലാം ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിനകത്ത് ക്ലിക്ക് ജനറേറ്റ് ചെയ്തേക്കുന്ന പേജസ്. ഓക്കെ, ടോപ്പ് 10 പേജസ്. സോ ഇപ്പൊ ടോപ്പ് 10 പേജസ് നമുക്ക് വേറെ പേജ് അറിയണമെങ്കിലോ യു ക്യാൻ ഗോ അപ് ടു 250 പേജസ് വരെ നിങ്ങൾക്ക് റിസൾട്ട്സ് വൺ സിംഗിൾ പേജിനകത്ത് കാണാം. സോ യു ക്യാൻ സീ ദാറ്റ് ദീസ് ആർ ദ ടോപ്പ് 34 പേജസ് ആണ് വേർ ദിസ് ആക്ച്വലി ട്രാഫിക് ഈസ് ഗോയിങ്. സോ ഓരോ പേജസിന്റെ ട്രാഫിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക് സീ ഗെറ്റ് റെസ്പോൺസിന്റെ റിവ്യൂ ആർട്ടിക്കിൾ ഉണ്ട്, ലാസ്റ്റ് വീക്ക് GoDaddy, headline analyzer, performance max campaign, resources. These are the URLs where actually traffic is driving. Any landing page. So landing page are the page where user gets lands after clicking your any link. So adana landing pages. So landing page nathu varunathu home page, professional course, make money flipping, privacy policy, about digital marketing courses Kozhikode, job related course Kerala. These are the pages ആണ് നമുക്ക് ഇവിടെ വരുന്നത്. You can increase these pages to 250 if you want. You can see that other pages ഏതാണ്, എത്ര ക്ലിക്സ്, എത്ര സെക്കൻഡ്സ്, എത്ര എവറേജ് ടൈം ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ എൻഗേജ്മെന്റ്. ഓക്കെ, സോ അക്വസിഷൻ നിങ്ങൾക്ക് മനസ്സിലായി, എൻഗേജ്മെന്റ് മനസ്സിലായി. എങ്ങനെയാണ് നമ്മൾ എൻഗേജ്മെന്റ് ട്രാക്ക് ചെയ്യുന്നത്? സോ എൻഗേജ്മെന്റ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സെഷൻ ഉണ്ട്, എത്ര യൂസേഴ്സ് ഉണ്ട്, അതിനകത്ത് എത്ര പുതിയ യൂസേഴ്സ് വന്ന്, ഓരോ യൂസേഴ്സ് എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മളൊരു പർപ്പസ് എന്താണ്? ഈ എവറേജ് എൻഗേജ്മെന്റ് ടൈം കൂട്ടണം. ദ മോർ ടൈം വിൽ ഇൻക്രീസ്, ദ മോർ ചാൻസസ് ഓഫ് ദാറ്റ് റിസൾട്ട് കൂടുതൽ കിട്ടാൻ. സോ അതേപോലെ തന്നെ കൺവേർഷൻ നമുക്ക് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ പേജ് വെച്ചിട്ട് എത്ര പേരാണ് കൺവേർട്ട് ആയിരിക്കുന്നത്. നൗ മോണിറ്റൈസേഷൻ. സോ മോണിറ്റൈസേഷന്റെ ഒരു ഓവർവ്യൂ നോക്കുവാണെങ്കിൽ ഇപ്പം ഇ കോമേഴ്സ് ആണെങ്കിൽ പെർച്ചേസ് ആണ് ബേസിക്കലി നമ്മൾ മോണിറ്റൈസേഷനകത്ത് നോക്കാൻ പോകുന്നത്. സോ ഓരോ സെക്ഷനുമായിട്ട് എത്ര റവന്യൂ നടന്നു, എത്ര സെക്ഷൻസ് വന്നു. ഇപ്പൊ ഇതൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് അല്ല. സോ ഒബ്വിയസ്ലി നമുക്ക് ഇ കോമേഴ്സ് റിലേറ്റഡ് ഡാറ്റ ഇതിന് എത്ര റെലവൻസി ആയിട്ടില്ല. ബട്ട് ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റിനെ നിങ്ങൾ അനാലിറ്റിക്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര റവന്യൂ അവർ ജനറേറ്റ് ചെയ്ത്, എത്ര പെർച്ചേസ് ഉണ്ടായിരുന്നു, ടോട്ടൽ റവന്യൂ എത്രയാണ് വന്നത്. ഈ ഡാറ്റാസ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ടൈം പെർച്ചേസ് എത്ര, ടോട്ടൽ പെർച്ചേസ് എത്രയുണ്ട്, എവറേജ് പെർച്ചേസ് യൂസേഴ്സ് എത്രയാണ്. സോ നിങ്ങൾക്ക് ഇ കോമേഴ്സിന്റെ കംപ്ലീറ്റ് ഡാറ്റാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇ കോമേഴ്സ് purchase section. So these are the data you will see. Purchase journey നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് അയാള് ഏതേത് പേജസ് വന്നിട്ടാണ് അവർ പർച്ചേസ് ചെയ്തത്, ലൈക്ക് എമൗണ്ട്മെന്റ് കാർട്ട് എത്രയായിരുന്നു, അതിന്റെ റേറ്റ് എത്രയായിരുന്നു, ലൈക്ക് എത്ര പേര് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്തു. സോ സി ദിസ് ഇസ് നോട്ട് ഇ കോമേഴ്സ്, സോ ഇറ്റ്സ് നോട്ട് ഷോയിങ് ദ ഫുൾ ഫ്ലെജ് ഫണൽ. ബട്ട് ഇഫ് ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ യു ക്യാൻ വ്യൂ പ്രൊഡക്റ്റ് എത്ര ചെയ്ത്, ആഡ് ടു കാർട്ട് എത്ര ചെയ്ത്, പേയ്മെന്റ് എത്ര പേര് ചെയ്ത്, പർച്ചേസ് എത്ര പേര് ചെയ്ത്. യു വിൽ സീ ദ ഓൾ ദ ഡാറ്റ. In-app purchases, if you are having apps, Android apps, iOS apps, അതിനകത്ത് purchases നടന്നിട്ടുണ്ടെങ്കിൽ you are able to see the all the data here. Okay. ഇനി publisher sites-നകത്ത് നിങ്ങൾക്ക് ആഡ്സ് റൺ ആയിട്ടുണ്ടെങ്കിൽ you will be able to see this. Promotions, any promotions kind of contents നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ you are able to see those data here. Next is retention. ഇനി യൂസേഴ്സ് വന്ന് അതിനകത്ത് തന്നെ റിപ്പീറ്റ് എത്ര യൂസേഴ്സ് ഉണ്ട്.
അതാണ് റിട്ടൻഷൻ. സോ യു ക്യാൻ സീ ദാറ്റ് 124 അതിനകത്ത് 20 യൂസേഴ്സ് റിട്ടൻഷൻസ് ആയിരുന്നു. ഓക്കെ, സോ യൂസർ റിട്ടൻഷൻ ബൈ കോഹാർട്ട്, യൂസർ എൻഗേജ്മെന്റ് ബൈ കോഹാർട്ട്, റിട്ടൻഷൻ. ഈ കോഹാർട്ട് ബേസിക്കലി ഇപ്പം 5-ാം തീയതി വന്നവര് എങ്ങനെയാണ് ചെയ്തത് അതാണ് അനാലിസിസ് ഇതിനകത്ത് ബേസിക്കലി റിട്ടൻഷൻസ് ആണ് കാണുന്നത്. ലൈക്ക് ഡേ 2, ഡേ 9, ഡേ 16, ഡേ 13, ഡേ 30, ഡേ 37 ആവുമ്പോൾ അവരുടെ എൻഗേജ്മെന്റ് റിട്ടൻഷൻ എങ്ങനെയാണ്, യൂസർ എൻഗേജ്മെന്റ് എങ്ങനെയാണ്. മീൻസ് ഈ 1-ാം തീയതി വന്ന ആള് ഇയാൾ 10 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വെബ്സൈറ്റ് ആയിട്ട് എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ എൻഗേജ്മെന്റ് സെക്ഷൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു ന്യൂസ് സൈറ്റ്സ് എല്ലാം ആണെങ്കിൽ, വേറെ ഇൻഫർമേഷൻ കൊടുക്കുന്ന സൈറ്റ്സ് എല്ലാം ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ കംസ് സെർച്ച് കൺസോൾ. ഇപ്പം റിപ്പോർട്ടിനകത്ത് മോണിറ്റൈസേഷൻ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ്, അക്വസിഷൻ, എൻഗേജ്മെന്റ്, മോണിറ്റൈസേഷൻ. ഇനി സെർച്ച് കൺസോൾ ആണ്. സെർച്ച് കൺസോളിനകത്ത് ബേസിക്കലി നമ്മുടെ സെർച്ച് കൺസോൾ നമുക്ക് നമ്മുടെ GA4 ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് കൺസോളിന്റെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് സെർച്ച് കൺസോളിന്റെ സെക്ഷൻസ് ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ഓർഗാനിക് സെർച്ച് ക്വയറീസ് എത്രയാണ്, സോ ഗൂഗിൾ സെർച്ച് ട്രാഫിക് എത്ര ഉണ്ട്. ഇത് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഈ ഡാറ്റ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ സെർച്ച് കൺസോൾ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് സെർച്ച് കൺസോളിന്റെ ഡാറ്റ ഇവിടെ കാണാൻ പറ്റും. ഇത് കണക്റ്റഡ് അല്ല. സോ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കത് സെറ്റിംഗ്സിനകത്ത് നോക്കാം. ഇപ്പം സോ ഇപ്പൊ നമുക്ക് വേറെ സെക്ഷൻസ് കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. ഇനിയിപ്പോ യൂസേഴ്സിന്റെ ബേസിസിലാണ്. സോ ഓരോ യൂസേഴ്സിന്റെ ഓവർവ്യൂ, ലൈക്ക് നമ്മൾ പറഞ്ഞില്ലേ ആരാണ് വന്നത്, അവരുടെ ഫോൺ നമ്പറും അവരുടെ പേരും പറയാതെ ബാക്കി ഒരുവിധം എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അവരെ പറ്റി കിട്ടും. ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഏത് കൺട്രിയിലാണ് വന്നത്, ഏത് സിറ്റിയിലാണ് വന്നത്, ഏത് ജെൻഡർ ആയിരുന്നു വന്നത്, അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണ്. ലൈക്ക് നോർമലി ഈ ഇൻട്രസ്റ്റ് എല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് ഗൂഗിൾ ആഡ്സിനകത്ത് ഡിസ്പ്ലേ ക്യാമ്പയിനോ അല്ലെ വീഡിയോ ക്യാമ്പയിൻ റൺ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ബേസിസിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ. ഏജ് വൈസ് ഏത് ഏജ് ഗ്രൂപ്പ് ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് വന്നിരിക്കുന്നത്, ലാംഗ്വേജസ് ഇതാണ് ഇംഗ്ലീഷ്, ചൈനീസ്, റഷ്യ, പോളിഷ്, ഇതെല്ലാം ലാംഗ്വേജ് യൂസേഴ്സ് ആണ് കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത്. സോ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസിനകത്ത് ഞാൻ പോവുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഡെമോഗ്രാഫിക് വൈസ് മീൻസ് ഇന്ത്യയിൽ വന്ന എത്ര പേര്, യുണൈറ്റഡ് സ്റ്റേറ്റിന് വന്ന എത്ര പേര്. ഇനിയിപ്പോ സിറ്റി മാറ്റിയിട്ട് കൺട്രി മാറ്റിയിട്ട് ഐ ക്യാൻ ഗോ ഫോർ ലൈക്ക് റീസൺ വൈസ്. സോ യു ക്യാൻ നൗ സീ ദാറ്റ് കേരള എത്ര പേര് വന്നു, 48 പേര് വന്നു. കൺട്രി റീസൺ വൈസ്. ഇനിയിപ്പോ റീസൺ മാറ്റിയിട്ട് ഐ ക്യാൻ ഗോ ഫോർ ദ സിറ്റി വൈസ്. ഓക്കെ, സോ സിറ്റി വൈസ് എത്ര പേര് വന്ന്, കോഴിക്കോട്, കൊളംബസ്, ഡബ്ലിൻ, മുംബൈ, ഡൽഹി, സിഡ്നി എത്ര പേര് വന്ന സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ സിറ്റി വൈസ് പോയിട്ട് ലാംഗ്വേജ് വൈസ് യു ക്യാൻ സീ ദാറ്റ് മൾട്ടിപ്പിൾ ലാംഗ്വേജസിനകത്ത് എത്ര പേര് വന്ന്, എങ്ങനെ വന്ന്, ഇംഗ്ലീഷ്, ചൈനീസ്, റഷ്യ. ഏജ് different age group, unknown, 18 to 24, 25 to 34. This is the main age group which is coming to my website. So it's gives you idea like എങ്ങനത്തെ ഓഡിയൻസ് ആണ് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് വരുന്നത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏതേത് പേജസ് ആണ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഓർ ആർ ദേ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഇതാണ്, ലൈക്ക് ഐ എം നോട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ലൈക്ക് എന്താ പറയുന്നത്, എന്റെ ഏജ് ഗ്രൂപ്പ് ഒരു 50+ ആൾക്കാരാണ്. ബട്ട് ഐ എം സീയിങ് ദ ട്രാഫിക് എന്ന് പറഞ്ഞാൽ 18 to 34 ആൾക്കാർ മാത്രമേ എന്റെ വെബ്സൈറ്റിനകത്തോട്ട് വരുന്നുള്ളൂ. ഇറ്റ് മീൻസ് വാട്ട്, ഐ എം നോട്ട് ടാർഗറ്റിംഗ് റൈറ്റ് ഓഡിയൻസസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്ഷൻ. പിന്നെ അൺനോൺ, ഗൂഗിൾ ഡോണ്ട് വാണ്ട് ടു ടെൽ ദാറ്റ്. സോ ബേസിക്കലി ഇവരെല്ലാം ഓപ്റ്റ് ഔട്ട് ആയിട്ടുണ്ടായിരിക്കും. ഡോണ്ട് ഷെയർ മൈ ഡാറ്റ, ഡോണ്ട് ടെൽ മൈ ഡാറ്റ ടു അതർ, അങ്ങനത്തെ ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ അൺനോൺ സെക്ഷൻസിനകത്ത് നമുക്ക് കണ്ടന്റ് കാണുന്നത്. സോ ദാറ്റ്സ് ദ തിങ്. ദെൻ ഗോസ് ടു ഓഡിയൻസ്. ഓഡിയൻസിനകത്ത് വരുമ്പം all users, to engage, desktop, mobile, web platform use ചെയ്ത് എത്ര പേരാണ്,
മൊബൈലിനകത്ത് എത്ര പേരാ വന്നത്, കംപ്ലീറ്റ് സാധനങ്ങളാണ് നമുക്ക് ഇവിടെ ഓഡിയൻസിന്റെ ഒരു സെക്ഷൻസിനകത്ത് കാണുന്നത്. ഇനിയിപ്പോ അവരുടെ ടെക്, നമ്മുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിലിനകത്ത് നെയിം പറയാം, അവരുടെ ഫോൺ സോറി അവരുടെ ലൊക്കേഷൻ, അവരുടെ ലാംഗ്വേജ്, അതെല്ലാം അറിഞ്ഞ്. ഇനിയിപ്പോ ടെക്കിനകത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഏത് ബ്രൗസർ, ഏത് മൊബൈൽ, ഏത് ഡിവൈസ്, ഇതെല്ലാം ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ആക്ച്വലി ടെക് ഡാറ്റയിനകത്ത് കിട്ടാൻ പോകുന്നത് യൂസർ അട്രിബ്യൂട്ട്സിനകത്ത്. സോ ഇത് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓവർവ്യൂ, ടെക് ഓവർവ്യൂ. സോ വെബ് വഴി എത്ര പേര് വന്ന്, ആൻഡ്രോയിഡ് എത്ര പേര് വന്ന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എത്രയാണ്, വിൻഡോസ്, ആൻഡ്രോയിഡ്, മെഷിൻടോസ്, ലിനക്സ്, iOS, വെബ് ഡെസ്ക്ടോപ്പ്, വെബ് മൊബൈല്, ക്രോം, സഫാരി, എഡ്ജ്, ഫയർഫോക്സ്, സാംസങ്, ആൻഡ്രോയിഡ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ, ഏതാ സെക്ഷൻസിനകത്ത് വരുന്നത്, ഈ സ്ക്രീൻ റിസൊല്യൂഷൻസ്, ഓരോരോ സ്ക്രീനിന്റെ റിസൊല്യൂഷൻസ് ഏതാണ്, മൾട്ടിപ്പിൾ റിസൊല്യൂഷൻസ് വരുന്ന ഏതാണ്, ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ടെക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ യു ക്യാൻ ഏതാണ് ബ്രൗസർ, ഏതാണ് നിങ്ങൾക്ക് ഓവർവ്യൂ കഴിഞ്ഞിട്ട് ഓരോന്ന് പ്ലാറ്റ്ഫോം വൈസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. OS വേർഷൻ എന്താ, ഓപ്പറേറ്റിംഗ് വേർഷൻസ് എന്താ, പ്ലാറ്റ്ഫോം, ഇതിന്റെ എല്ലാം യൂസ് കേസ് എന്താണെന്ന് പറഞ്ഞാൽ 2 യൂസ് കേസസ് ആണ്. ഒന്ന്, നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഡിവൈസ്, ഏതെങ്കിലും ഒരു ഡിവൈസിനകത്ത് ട്രാഫിക് വരുന്നില്ലേ, മേ ബി നമ്മുടെ സ്ക്രീൻ പ്രോപ്പർ ആയിട്ടില്ല അതിനകത്ത്, അല്ലെ പിന്നെ നമ്മുടെ വെബ്സൈറ്റ് മൊത്തം ഓപ്പൺ ആവുന്നില്ലേ, വർക്ക് ചെയ്യുന്നില്ലേ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഏത് പ്ലാറ്റ്ഫോമിനകത്താണ് എന്തെങ്കിലും ഇഷ്യൂ വരുന്നത്. സോ നമുക്ക് ചിലപ്പം ഒറ്റയടിക്ക് ഓരോ ഡിവൈസിനകത്ത് പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇതുവഴി നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനകത്തോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സെക്ഷനകത്തോ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ, എന്തിനാണ് സഫാരിനകത്ത് യൂസേഴ്സ് വരാത്ത, ഇസ് ദർ എനി ഇഷ്യൂ. സോ ആ ഒരു സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും വിത്ത് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. സോ ഇതായിരുന്നു ഓവർവ്യൂ ഓഫ് ഓപ്ഷൻസ്. നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സെക്ഷൻസിന്റെ ഓപ്ഷൻസിന്റെ സാധനമായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ലൈബ്രറിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സി മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. സോ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്വസിഷൻ, ഗെയിം റിപ്പോർട്ടിംഗ്, ലൈഫ് സൈക്കിൾ റിപ്പോർട്ടിംഗ്, സെർച്ച് കൺസോൾ റിപ്പോർട്ടിംഗ്, മൾട്ടിപ്പിൾ റിപ്പോർട്ടിംഗ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പൊ എഡിറ്റ് കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട്സിനകത്തോട്ട് പോയാൽ മൾട്ടിപ്പിൾ റിപ്പോർട്ട് സെക്ഷൻസ്, ഇപ്പൊ യൂസേഴ്സ് റിപ്പോർട്ട്. സോ ഈ കളക്ഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കം ഹിയർ, ക്ലിക്ക് ദാറ്റ് എഡിറ്റ് കളക്ഷൻസ്. യു ക്യാൻ സി ദാറ്റ് ഈ കളക്ഷൻസിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തോട്ട് വേണ്ടത് കസ്റ്റം കളക്ഷൻസിനകത്ത്. നൗ യു കം ഹിയർ ബാക്ക്. നമ്മൾ പുതിയൊരു റിപ്പോർട്ട് തുടങ്ങാം, ക്രിയേറ്റ് ചെയ്യാം. Create a report. So create a detailed report or create a overview report. So ഞാൻ ഒരു detailed report ആണ് ക്രിയേറ്റ് ചെയ്യാം. സോ എന്ത് ടൈപ്പ് ഓഫ് യൂസർ എക്വസിഷൻ ആണ് വേണ്ടത്, ട്രാഫിക് എക്വസിഷൻ ആണ് വേണ്ടത്, ഇവന്റിന്റെ ആണോ വേണ്ടത്, കൺവേർഷൻ ആണ്, എനിക്ക് ട്രാഫിക് എക്വസിഷൻ ആണ് വേണ്ടത്. ഞാൻ ട്രാഫിക് എക്വസിഷന്റെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ ബേസിക്കലി ട്രാഫിക് എക്വസിഷനകത്ത് വരുവാണെങ്കിൽ നൗ യു ക്യാൻ സീ ദാറ്റ് ഇങ്ങനെയാണ് ഓർഗാനിക് വന്നേക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് ആണ് വേണ്ടത്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ഇങ്ങനത്തെ സെഷൻ, പ്രൈമറി സെഷൻസ് എന്താ വേണ്ടത്, പ്രൈമറി ചാനൽസ് ഏതാ വേണ്ടത്. യു ക്യാൻ കസ്റ്റമൈസ് ഓൾ ദ റിപ്പോർട്ട് ആൻഡ് യു ക്യാൻ സേവ് ദിസ്. സോ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ക്ലയന്റിന് അയച്ചു കൊടുക്കാൻ പറ്റും. സോ ഓരോ റിപ്പോർട്ട് നിങ്ങൾക്ക് ഏതേത് ട്രാഫിക് വഴി എത്രയാണ്, ഇപ്പൊ SEO ചെയ്യുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരോട് പറയാൻ പറ്റും SEO വഴി 78 യൂസേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അങ്ങനത്തെ ഡാറ്റാസ് നമുക്ക് ഇത് റിപ്പോർട്ട് വഴി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ക്ലീൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് റിപ്പോർട്ട് സെക്ഷൻസ്. സോ ഇതാണ് റിപ്പോർട്ടിംഗ് പാർട്ട്ണർ സെക്ഷൻസ് വരുന്നത്. ഇനി നമുക്ക്
ഇവിടുന്നും നമുക്ക് റിപ്പോർട്ട് എക്സ്പ്ലോറേഷനകത്ത് വന്നിട്ട് നമുക്ക് റിപ്പോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് റിപ്പോർട്ട്സ് എക്സ്പ്ലോറേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടുന്നും നമുക്ക് ബ്ലാങ്ക് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഡാറ്റാസ് എല്ലാം അവിടെ ബാങ്കറ്റിനകത്ത് കിടക്കുന്നുണ്ട്. ആ ഡാറ്റാസ് എല്ലാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഐ വിൽ ലെറ്റ് മീ ഗെറ്റ് എ ടെംപ്ലേറ്റ്. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. സോ ലെറ്റ് മീ ടെംപ്ലേറ്റ് ഗാലറി. ഇതാണ് ടെംപ്ലേറ്റ് ഗാലറി. സോ ഐ വാണ്ടഡ് ലൈക്ക് യൂസ് കേസ് acquisition. So let's go for the acquisition. So acquisition ചെയ്തത് നമ്മുടെ ഒരു acquisitionന്റെ സെക്ഷൻ നോക്കാം. സോ ഓർഗാനിക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ റൺ ചെയ്തത് ലാസ്റ്റ് 28 ഡേയ്സിനകത്ത്. എന്താണ് വേണ്ടത് നമുക്കത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടിടുക. സോ data. Okay, let's take another report. സോ എനിക്ക് അറിയണം ഡാറ്റാസ് ലൈക്ക് ഓരോ സിറ്റിനകത്തിന് എത്ര പേര് നമുക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു. സോ ഐ ക്യാൻ കം ഹിയർ, സീ ദാറ്റ് സിറ്റി നെയിംസ് ആണ് കൊടുത്തേക്കുന്നത്. സോ നമ്മളിവിടെ സിറ്റി മാറ്റിയിട്ട് ഇഫ് ഐ വോണ്ട് ലൈക്ക് കൺട്രി വൈസ്, സോ ഞാൻ ഇവിടുന്ന് ഇത് കളഞ്ഞിട്ട് എനിക്ക് കൺട്രി വൈസ് ട്രാഫിക് മാത്രം കിട്ടിയാൽ മതി റൂമിനകത്ത്. സോ ഐ വിൽ ജസ്റ്റ് ഡ്രാഗ് ഗോ കൺട്രി ഐ വിൽ. സോ എനിക്ക് ട്രാഫിക് സോഴ്സസ് ഇന്ത്യ വൈസ് എത്ര എണ്ണം വന്ന്, ഡിവൈസ് കാറ്റഗറി, ഏത് ഡിവൈസ് കാറ്റഗറി, മൊബൈൽ, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ്, ഓരോ ഡിവൈസ് വൈസ് ഓരോ കൺട്രിയിൽ എത്ര ആക്റ്റീവ് യൂസേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. വാല്യൂ എന്താണ് ആക്റ്റീവ് യൂസേഴ്സിനാണ്. സോ ഇപ്പം വാല്യൂവിനകത്ത് ആക്റ്റീവ് യൂസേഴ്സ് മാറ്റിയിട്ട് ഞാൻ ഇവന്റ് കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ ഡിവൈസിനകത്ത് വാല്യൂവിനകത്ത് ഇവന്റ് കൗണ്ട് എത്ര വന്നു നമുക്ക് അറിയണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡ്രാഗ് ദാറ്റ് ഹിയർ പുട്ട് വാല്യൂവിനകത്ത്. സോ നമുക്ക് കൺട്രി, മൾട്ടിപ്പിൾ കൺട്രി വൈസ്, ഡിഫറെന്റ് ഡിവൈസ് വൈസ് എത്ര ഇവന്റ് കൗണ്ട് ആണ് നടന്നേക്കുന്നത്. സോ ഇത് കൺട്രി വൈസ് ആണ് വരുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് കൺട്രി സെക്ഷൻസ്. സോ ലെറ്റ്സ് പുട്ട് സിറ്റി വൈസ്. റോനകത്ത് ഞാൻ സിറ്റി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സിറ്റി വൈസ് ഇവന്റ് കൗണ്ട് നമുക്ക് നോക്കാം. സോ യു ക്യാൻ സീ ദാറ്റ് ഓരോ സിറ്റി വൈസ് എങ്ങനെയാണ് ഇവന്റ്സിന്റെ ഒരു സെക്ഷൻ നടന്നിരിക്കുന്നത്. ഇപ്പൊ ഈവന്റ് എങ്ങനെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് നമ്മുടെ കസ്റ്റം റിപ്പോർട്ടിംഗ് ആണ്. സോ നമുക്ക് റിപ്പോർട്ട്സ് കസ്റ്റമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കാണുന്ന ഏത് ഡാറ്റേസും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. സോ ഇതിപ്പം വിഷ്വലൈസേഷൻ നമ്മൾ ടേബിളിനകത്താണ് വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത്, ഇതിനെ പറയുന്നത് ഡോണറ്റ് ചാർട്ടിനകത്ത് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും, ലൈൻ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും. സോ യു ക്യാൻ യൂസ് ദീസ് ഡാറ്റാസ് ഇൻ ടു യുവർ റിപ്പോർട്ട് ടു ഷെയർ വിത്ത് യുവർ ക്ലയന്റ്. ഗ്ലോബ് ജിയോ മാപ്പിനകത്ത് എങ്ങനെയായിരിക്കും, ഓരോ ലൊക്കേഷൻ വൈസ് എങ്ങനെയായിരിക്കും, ഏതേത് കൺട്രി ആണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഓഡിയൻസ്. സോ യു ക്യാൻ സീ ദാറ്റ് മൾട്ടിപ്പിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിഷ്വലൈസേഷൻസ് നിങ്ങൾക്ക് റിപ്പോർട്ടിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് റിപ്പോർട്ട് സെക്ഷനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. നൗ ലാസ്റ്റ് അഡ്വർടൈസിങ്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുകയാണെങ്കിൽ
അതിന്റെ ഡാറ്റാസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അഡ്വർടൈസിങ് സ്നാപ്ഷോട്ടിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. വെർ യു ക്യാൻ സീ ദാറ്റ് ഓൾ ചാനൽസ്. സോ ഏതേത് ചാനൽസിനകത്താണ് നിങ്ങളുടെ ആഡ്സ് പോകുന്നത്, ഏതേത് സെക്ഷൻസിനകത്താണ്, കംപ്ലീറ്റ് ഡാറ്റാസ് നിങ്ങൾക്ക് ഇവിടെ ഓർഗാനിക് ഡയറക്റ്റ് റെഫറൻസ്. സോ ആസ് ഐ മെൻഷൻഡ് ഓൾറെഡി, ഇറ്റ്സ് നോട്ട് പെയ്ഡ്, നമ്മൾ ആഡ് റൺ ചെയ്യുന്നില്ല. സോ യു വോണ്ട് ബി ഏബിൾ ടു സീ ആഡ് ഓവർ ഹിയർ. സോ ദാറ്റ്സ് ദ സെക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് സെർച്ച് കൺസോൾ കണക്ട് ചെയ്യുന്നത്, കൺവേർഷൻ സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. സോ ഇനിയിപ്പോൾ ഞാനിവിടെ I will come here. I want first one is search console. So search console ഇവിടെ ഉണ്ട്, search console links. So search console നെ ലിങ്ക് ചെയ്യാം. So there is no linking, ഒന്നും ലിങ്ക് കാണുന്നില്ല. So let's select the link, choose an account. അക്കൗണ്ടിനെ ചൂസ് ചെയ്ത് കൺഫേം. നെക്സ്റ്റ് വെബ് സ്ട്രീം ആണ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ഞാൻ വെബ് സ്ട്രീം ഒന്ന് മാത്രമേ ഉള്ളൂ, വെബ് സ്ട്രീം. സോ വെബ് സ്ട്രീം GF4 സെലക്ട് ചെയ്ത് ഗോയിങ് ടു നെക്സ്റ്റ്. സോ സെർച്ച് കൺസോൾ GF4 കണക്ട് ചെയ്ത്. സോ ഇതിപ്പോ എന്റെ സെർച്ച് കൺസോൾ എന്റെ GF4 ആയിട്ട് കണക്ട് ആയി. സോ ദാറ്റ്സ് ദ വേ ഹൗ വി കണക്ട് GF4. സോ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഗൂഗിൾ ആഡ്സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് കണക്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. ദിസ് ദ പ്ലേസ് വെർ യു ആക്ച്വലി connect all these things. So that's the sections here. And next is conversion. ഇപ്പൊ നമുക്ക് കൺവേർഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി ആദ്യം നമുക്കൊരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ആ ഇവന്റിനെ ഒരു കൺവേർഷൻ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം ന്യൂ കൺവേർഷൻ ഇവന്റ്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പേജ് വ്യൂ അണ്ടർസ്കോർ കൊടുക്കണം. സ്പേസ് പാടില്ല. ഓക്കെ, പേജ് വ്യൂ ബേസ്ഡ് ഇവന്റ്. ഇനി പേജ് വ്യൂ ആണ് ഞാൻ ഇവന്റ് ഓൺ ചെയ്തേക്കുന്നത്. സോ യു ക്യാൻ കം ഹിയർ. ഇത് സെറ്റ് ഡിഫോൾട്ട് കൺവേർഷൻ വാല്യൂ. ഇപ്പൊ ഈ വാല്യൂന്ന് എനിക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കണമെങ്കിൽ ഡിഫോൾട്ട് കൺവേർഷൻ എത്ര വാല്യൂ ആണ്, ഐ ക്യാൻ സെറ്റ് ദാറ്റ്. സോ ഇപ്പൊ ഈ പേജ് വ്യൂ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കൺവേർഷൻ, എന്റെ ഈവന്റിനകത്ത് ഒരു പേജ് വ്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പേജ് വ്യൂസിനെ ആസ് എ കൺവേർഷൻ ആയിട്ട് ട്രാക്ക് ചെയ്യും. സോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു. സോ ഐ വിൽ ജസ്റ്റ് ടേക്ക് ഫസ്റ്റ് വിസിറ്റ് conversion. Okay, so ഇപ്പൊ ഞാനിത് പേജ് വ്യൂ കൗണ്ട് ചെയ്യില്ല, ബിക്കോസ് ഇങ്ങനത്തെ സെയിം ഇവന്റ് ഒന്നും നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇല്ല. സോ എന്താണ് ഇവന്റ് ഉള്ളത് അതിനെ നമുക്ക് കൺവേർഷൻ ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ വെൻ ഐ കം ഹിയർ ഇവന്റ് സെക്ഷനകത്ത് ഇവന്റ്സ്, ഓക്കെ ഞാൻ വേറെ ഇവന്റിലെത്തി. ലെറ്റ് മീ ഗോ ബാക്ക്. ഇവന്റ്സ്, ഇവിടേക്ക് ഫസ്റ്റ് ടൈം വിസിറ്റ് അല്ലെങ്കിൽ ഈ സ്ക്രോളിനെ എനിക്ക് എന്താ ചെയ്യണ ഒരു കൺവേർഷൻ ആയിട്ട് മാറ്റണമെങ്കിൽ മാർക്ക് ആസ് എ കൺവേർഷൻ ഞാൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ ഐ ക്ലിക്ക് മാർക്ക് ആസ് എ കൺവേർഷൻ, ഇറ്റ് ബിക്കം എ കൺവേർഷൻ ആയി മാറും. സോ ഡിസ്പ്ലേനകത്ത് ഇപ്പൊ ഞാൻ കൺവേർഷനകത്ത് പോയാൽ ഇതും കൂടെ ഒരു കൺവേർഷൻ ആയിട്ട് മാറും. സി പേജ് വ്യൂ പർച്ചേസ് സ്ക്രോൾ ഒരു കൺവേർഷൻ ആയി മാറും. സോ ഇതിനെ ഞാൻ കൺവേർഷൻ ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺവേർഷൻ ആയിട്ട് മാറുന്ന സെക്ഷൻസ് ആണ്. അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോകും. സോ ഏത് ഇവന്റ്സും എന്ത് ഇവന്റ്സും നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റും, കൺവേർഷൻ ആയിട്ട് അതിനെ മാറ്റാൻ പറ്റും. ഇപ്പൊ ഈ ജനറേറ്റ് ലീഡിന് ഇവിടെ കാണുന്ന സാറിന് ആക്ച്വലി നമ്മൾ താങ്ക് യു പേജ് വെച്ചിട്ട് ജനറേറ്റ് ലീഡിന്റെ ഒരു കൺവേർഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ കൺവേർഷൻ സെക്ഷൻസ് കാണിക്കുന്നത്, ഈ പർട്ടിക്കുലർ സെക്ഷൻസ്. സോ ഇപ്പൊ നമ്മൾ കൺവേർഷനകത്ത് ഇവിടെ ഉള്ള പേര് മാത്രം സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ പേജ് വ്യൂ വന്നിട്ട് ക്രിയേറ്റ് ചെയ്തത് ആക്ച്വലി ദർ ഇസ് നോ
സച്ച് കൈൻഡ് ഓഫ് തിങ് നമ്മൾ ട്രാക്കിംഗ് ചെയ്യുന്നില്ല. സോ ഐ നീഡ് ടു ട്രാക്ക് ദാറ്റ്, ദെൻ ഓൺലി ഐ ക്യാൻ ക്രിയേറ്റ് എ കൺവേർഷൻ ഔട്ട് ഓഫ് ഇറ്റ്. സോ അതൊരു കൺവേർഷൻ ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റുന്ന സെക്ഷൻസ് അതായിരിക്കും. സോ ഇതാണ് കൺവേർഷന്റെ ഒരു ഇമ്പോർട്ടൻസ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. സോ ഇതായിരുന്നു ഓവറോൾ ഒരു അനാലിറ്റിക്സിന്റെ ഒരു ബേസിക് സെഗ്മെന്റ്സ്, സോ ബേസിക് ഐഡിയാസ്, റിപ്പോർട്ടിംഗ് ക്രിയേറ്റ് പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സെക്ഷൻസ്. ഇവിടുന്നാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ അനാലിറ്റിക്സ് നല്ലോണം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറ്. സോ ഓരോ ഡാറ്റാസിനെ നിങ്ങൾ വച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഔട്ട്കമ്മിലേക്ക് കിട്ടും. സോ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ സെക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഓരോ ട്രാഫിക് വൈസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് എത്ര ട്രാഫിക് വന്ന്, സോ ഓരോ ലൊക്കേഷനകത്ത് എത്ര വന്ന്, ഓരോ പേജിനകത്ത് എത്ര എണ്ണം വന്ന്, സോ അങ്ങനത്തെ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പോർട്ട് അനാലിസിസ് നിങ്ങൾക്ക് നടത്താൻ പറ്റും.